ഫാബ്രിക്കിൻ്റെ കളറും മെറ്റീരിയലും എല്ലാം കസ്റ്റമർ ചൂസ് ചെയ്തു. പിന്നെ ഫാബ്രിക് പർച്ചേസ് ചെയ്യണം, വീട്ടിൽ കൊണ്ടുവന്ന് പാറ്റേൺ തയ്യാറാക്കണം, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്ത് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് ഡ്രസ്സ് എത്തിക്കണം. ഇതെല്ലാം നടക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയമണ്ട് നെക്ക് വരുന്ന കിഡ്സിൻ്റെ ഫ്രോക്കാണ് കേട്ടോ നമുക്കിന്ന് ചെയ്യാനായിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടാണ്. ബ്ലാക്ക് കളർ വെൽവെറ്റും ബ്ലാക്ക് കളറിൽ തന്നെ വർക്ക് പീസുമാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹറിബറി ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഭയങ്കര ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോഴത്തേക്കും റൂം കുരുക്ഷേത്ര ഭൂമി പോലെ ആയിട്ടുണ്ടായിരുന്നേ. വർക്ക് പീസിലുണ്ടായിരുന്ന ബീഡ്സ് എല്ലാം തറയിലും മെഷീനിലും ഒക്കെ ആയി ബീഡ്സ് കാലിൽ കുത്തിക്കയറി ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ കഷ്ടപ്പാടും പ്രയാസവും മറക്കുന്നത് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴും ഡ്രസ്സ് ഇട്ടിട്ടുള്ള കസ്റ്റമറിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോഴാണ്. നമ്മുടെ വർക്കിൽ കസ്റ്റമർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയുമ്പോഴാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുക. കസ്റ്റമർ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.